Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. ജോപ്പൻ എന്ത് ചെയ്യുവാ? ടീച്ചറെ, ജോപ്പൻ കവിത എഴുതുവാ. ജോപ്പ ഇവിടെ കൊണ്ടുവാ. ജോണി അതൊന്ന് വായിക്കേ. ശരി ടീച്ചർ. ചക്കയും കോഴിയും ഒരു കുടുംബം, മീനും കപ്പയും ഒരു കുടുംബം, പൊറോട്ടയും പോത്തും ഒരു കുടുംബം, ജോപ്പനും തീറ്റ ഒരു കുടുംബം. സൈലൻസ്. പോയിരിക്കും ജോപ്പ. ആരും എന്റെ പ്രതിഭ കാണുന്നില്ല. ഇന്ന് അച്ഛൻ പ്രസംഗം പറഞ്ഞ കുടുംബത്തെ പറ്റിയാ. ഓർത്തോ? ശരി, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? ജോപ്പൻ പറയൂ. പറയേ, ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? അത് അത് പൊറോട്ടയും പോത്തും. ഓ എന്റെ ജോപ്പ, ഇരുന്നോ. ആർക്കെങ്കിലും പറയാവോ? ടീച്ചർ, ഞാൻ പറയാം. മിടുക്കൻ, പറ. ടീച്ചർ, അത് നമ്മൾ നല്ലതാണെന്ന് മറ്റുള്ളവർ പറയുന്നതാണ് ഏറ്റവും പ്രിയങ്കരം. വെരി ഗുഡ്. ഞാൻ ആഗ്രഹിച്ച ഉത്തരം തന്നെ ജോണി പറഞ്ഞു. ഇവിടെ ഭക്ഷണത്തിനൊരു വിലയും ഇല്ലേ? ഓക്കെ, അടുത്ത ആഴ്ച കാണാം. ജോപ്പ, കവിത കലക്കി. എന്തൊരാശയം. ബ്രോ, ടീച്ചർക്ക് മീൻകറി ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എന്റെ ജോപ്പ, ഈ ഭക്ഷണക്കാരി ഒന്ന് നിർത്ത്. മിക്കുവിനെ ഇന്ന് കണ്ടതേയില്ല. അവനാ അരുവിക്കരയിലുണ്ടാവും. നമുക്ക് നോക്കിയിട്ട് പോവാം. ശരിയാ, നല്ല രസമായിരിക്കും. ഈ ഞാവലിന് ചക്കയുടെ വലിപ്പമുണ്ടായിരുന്നെങ്കിൽ തിന്നാ വയറ് നിറയുമായിരുന്നു. ശരിയാ, ചക്കിക്ക് ഞാവലിന്റെ വലിപ്പം ഉണ്ടായിരുന്നേൽ പാവം കർഷകർ പൊടിക്കളം ആനയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടേനെ. അങ്ങനെ പറയുന്നത് സ്വന്തമായിട്ടൊരു പ്ലാവിൻ തൊട്ടും. അതാണ് എന്റെ സ്വപ്നം. നമ്മുടെ പിള്ളേര് വരുന്നുണ്ട്. ഇവര് വന്നാ രസമാ. ഇവരോട് ഇന്നത്തെ നമ്മുടെ പ്ലാന് പറ. എന്തോന്ന് പ്ലാനാ മിക്കു? താങ്ക്സ്. നല്ല മധുരം. നോ മനുഷ്യൻ പ്ലീസ്.
മനുഷ്യനല്ല, മെൻഷൻ. ആ അത് തന്നെ അത് തന്നെ. ഇന്നത്തെ പരിപാടി എന്താ? നമുക്ക് നന്മ പറഞ്ഞു കളിക്കാം. അതെന്തോന്ന് കളി? അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ പറയുക. ഉദാഹരണത്തിന് ആന എന്ത് ചന്തം, പൊടിക്കളത്തിന്റെ കൊമ്പ് എന്ത് ചന്തം. ആനയുടെ അപ്പൂപ്പൻ മമ്മദ് എന്ത് ചന്തം. മമ്മു അല്ല, മാമത്. നമ്മൾ പരസ്പരം നന്മ പറയുമ്പോഴാണ് സന്തോഷം തോന്നുന്നത്. ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും നിറയെ നന്മയാ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പറയൂ പറയൂ, പറഞ്ഞുകൊണ്ടേയിരിക്കൂ. നമ്മുടെ കാട്ടിൽ പുതിയ ഒരു അതിഥി വന്നിട്ടുണ്ട്. നന്മപ്പാട്ടുകൾ പാടി നടക്കുന്ന റിങ്കു കരടിയും കൂട്ടരും. ആ വിദ്വാൻ ഇവിടെ എത്തിയോ? എന്ത് നന്മ പാട്ടാ? തേൻ തരുന്ന തേനീച്ചകളെ പറ്റി, പഴം തരുന്ന മരങ്ങളെ പറ്റി. നല്ല രസമാ. സൂപ്പർ, നമുക്ക് പോകാം. ഓക്കെ ഓക്കെ, നമുക്ക് നീങ്ങാം. പുഞ്ചിരി തൂകും പൂക്കളിലെല്ലാം തിങ്ങി നിറഞ്ഞൊരു തേനും നാൻ. പൊൻചിറകേറി പാറി വരുന്നൊരു സുന്ദരിയാടി തേനീച്ച. കണ്ടോ, മരത്തിന് രോമാഞ്ചം വന്നു. ഒന്ന് വലിക്കാൻ കിട്ടിയിരുന്നേൽ. കുത്ത് കിട്ടാതെ നോക്കിക്കോ. ഞാനൊരു പാട്ട് പാടിയല്ലോ. വേണ്ടായിരിക്കും. മരങ്ങൾ കടപുഴകി വീഴും, പാറകൾ പൊട്ടിപ്പിളരും. അതുകൊണ്ട് പ്ലീസ് വേണ്ട കേട്ടോ. റിങ്കു മാമ, എന്ത് രസമായി പാട്ട്. മാമന്റെ മനസ്സിൽ എല്ലാവരെ പറ്റിയും നന്മ മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് നന്മ ചെയ്യുന്നവരെ നാം മറക്കാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. വാഴയെക്കുറിച്ചൊരു കവിത എഴുതണം, പനയെപ്പറ്റിയൊരു പാട്ടും പാടണം. മീൻകറിയിൽ വിടർന്ന പൊറോട്ട ഒരു പാട്ട് ഞാനും എഴുതാം. എല്ലാവരെ പറ്റി നന്മ ചിന്തിച്ചൊന്ന് കണ്ണടച്ചാ മതി, സുഖമായി ഉറങ്ങാം. അപ്പോ വീണ്ടും കാണാം. ഓക്കെ, ഇനി അടുത്ത നാട്ടിലേക്ക്. എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ. നല്ല ഒരു ദിവസം. എന്റെ മനസ്സ് ലോലമാകുന്നു. സത്യമായിട്ടും ഒരു നന്ദി പോലും പറയാതെ ഞാൻ തിന്ന വാഴകൾ, കരിമ്പ്. ഹോ, കഷ്ടം. അതാണ് ഈ പ്രപഞ്ചം. പരോപകാര പ്രവണം പ്രപഞ്ചം. ആര് തടഞ്ഞാലും ഞാൻ പാടും. ആനയെ ആര് തടയാൻ? നന്മയാണീ ഭൂമി മൊത്തം, നന്മ നമ്മൾ മൊഴിഞ്ഞെന്നാൽ നല്ല ദൈവം നമ്മളിലും നന്മ വർഷിക്കും. ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ. ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതോ. തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതോ. തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതോ.